ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗീഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഈ അൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് തെറ്റായ പ്രേമബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്ന സന്ദേശം. ഒരുപാട് മക്കളാണ് തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് വലിയ തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ അൽ റുഹ ധ്യാനം ആദ്യ നാളുകളിൽ യൂത്ത് ധ്യാനമായിട്ടാണ് ആരംഭിച്ചത്. ഈ യൂത്ത് ധ്യാനം ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ ഇങ്ങനെ ഒരുപാട് നടത്താനിടവന്നപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ ഒരു കൊറോണ പോലെയോ ഒരു പകർച്ചപ്പനി പോലെയോ പടർന്നു പിടിക്കുന്ന ഒരു തിന്മയാണ് ഈ പ്രേമം എന്ന പേരുള്ള ഈ ഒരു തിന്മ. ഇതിനെപ്പറ്റി കാര്യമായി പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിലും അന്നൊന്നും സമയം കിട്ടിയില്ല. പിന്നീട് കൊറോണ സമയത്ത് അല്പം സമയം കിട്ടിയപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് യുവജന മനഃശാസ്ത്രം എന്ന പേരുള്ള ചില പുസ്തകങ്ങൾ എടുത്ത്, ആധികാരിക പുസ്തകങ്ങൾ എടുത്ത് ഞാൻ വായിച്ച് പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇതുപോലെ യൂത്ത് മക്കൾ ഇങ്ങനെ ഒരു തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ട് ഒരുപാട് തകർച്ചകൾ അവർക്കും അവരുടെ കുടുംബത്തിലും അനുഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് മക്കളെ പേരൻസ് കൊണ്ടുവരുന്നു. അത് കോളേജ് സ്കൂളുകളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാനിടവന്നപ്പോൾ അതിലൂടെ ഈ സൈക്കോളജിക്കൽ പുസ്തകങ്ങളിലൂടെ കിട്ടിയ ചില അറിവ് അച്ഛൻ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. എന്താണ് പ്രേമം എന്ന് സൈക്കോളജി പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വസന്തകാലമാണ് കൗമാരം. ശാരീരികവും മാനസികവുമായ വലിയ മാറ്റങ്ങൾക്ക് കുട്ടികൾ വിധേയരാകുന്ന കാലമാണിത്. ഇതുവരെ അവർ സ്വവർഗത്തിൽപ്പെട്ടവരുമായിട്ടാണ് കൂട്ടുകൂടിയതെങ്കിൽ കൗമാരപ്രായത്തിലെത്തുമ്പോൾ അതുവരെ അവർ അകറ്റി നിർത്തിയിരുന്ന എതിർവർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. എതിർവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയോടല്ല, ആ വർഗത്തോട് മുഴുവനുമാണ് അവർക്ക് താല്പര്യം ജനിക്കുന്നത്. പെൺകുട്ടികളെല്ലാവരെയും ആൺകുട്ടികളും, ആൺകുട്ടികളെല്ലാവരെയും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും തോന്നുന്ന ആകർഷണമാണ് കൗമാരപ്രായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പ്രായക്കാരെ പെൺഭ്രാന്തന്മാരെന്നും ആൺഭ്രാന്തികളെന്നും പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ചില ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ഇതിന് കാരണം. ആണും പെണ്ണും പരസ്പരം ആകർഷിക്കപ്പെടുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, സൗഹൃദം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ഈ സൗഹൃദം മുഴുവനും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റുള്ളവർ ഓരോരുത്തരായി ചിന്താമണ്ഡലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ പ്രാധാന്യം കുറഞ്ഞവരായി തീരുകയോ ചെയ്യുന്നു. ഇതിനെയാണ് നാം സാധാരണ പ്രേമം എന്ന് പറയുന്നത്. പ്രേമിക്കുന്നവരിൽ എപ്പോഴും അവരുടെ പ്രേമഭാജനത്തെ പറ്റിയുള്ള ഭാവനയും ചിന്തകളും മാത്രമേ ഉണ്ടാകൂ.
ഒരു തരം വ്യക്തിപൂജയാണ് പ്രേമത്തിൽ സംഭവിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രതിഭാസമ്പന്നനായ വ്യക്തിയാണ് അയാൾ എന്നാണ് അവർ കരുതുന്നത്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സൈക്കോളജിക്കൽ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ബോധ്യം, ഒരു സെൻറ്റൻസ് എന്നെ ഒത്തിരി സ്പർശിച്ചത്, പ്രേമം ഒരു വ്യക്തിപൂജയാണ് എന്ന ഒരു സെൻറ്റൻസാണ്. പ്രേമം ഒരു വ്യക്തിപൂജയാണ്. ഇവരേത് പെൺകുട്ടിയെ ആൺകുട്ടിയെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയെ ഒരു ആരാധ്യ മനുഷ്യനായി, ഏറ്റവും ലോകത്തെ പ്രതിഭാസമ്പന്നനായ വ്യക്തിയായിട്ട് ഇവർ ഹൃദയത്തിൽ പൂജിക്കുകയാണ്. അത് വിവാഹം കഴിഞ്ഞവരിൽ ഈ പ്രേമബന്ധങ്ങൾ കാണാറുണ്ട്, വിവാഹം കഴിയാത്തവരിലും ഈ പ്രേമബന്ധങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം മക്കളെ, ഒരുപാട് മക്കളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്ന് പിന്തിരിയാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അത് വലിയ തടസ്സത്തിലേക്കും തകർച്ചയിലേക്കും സഹനത്തിലേക്കും ഈ മക്കളെ നയിക്കും എന്നാണല്ലോ ഈ സന്ദേശത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്തമഗീത പുസ്തകം പ്രേമിക്കുന്നവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമായിട്ടൊക്കെയാണ് പറയപ്പെടുക ഉത്തമഗീത പുസ്തകം. ഈ പുസ്തകത്തിൽ തന്നെ പ്രേമത്തെ ഇളക്കി വിടരുതെന്ന് 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ഇതേ രീതിയിലുള്ള വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. ഉത്തമഗീതം 3:5 വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഏറ്റു പറയുന്നു. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു. സമയമാകുന്നതിനു മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുതേ. വീണ്ടും ഉത്തമഗീതം 8:4 പറയാം. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഒരുപാട് മക്കളാണ് ഈ പ്രേമക്കുരുക്കിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് പ്രേമം വലിയ മാരകമായ തിന്മയാണെന്ന് പറയുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പ്രേമിക്കുന്നവർ അത് മറച്ചു വയ്ക്കും എന്നുള്ളതാണ്. പ്രേമിക്കുന്ന മക്കളെ ശ്രദ്ധിച്ചാൽ കാണാം, അവർ അത് മറച്ചു വയ്ക്കും. ആരോടും പറയില്ല, അപ്പനോടോ അമ്മയോടോ അല്ലെങ്കിൽ വേറെ ആരോടും പറയാത്തത് മറച്ചു വയ്ക്കും. കാരണം എന്താ, അവരുടെ ഉള്ളിൽ ആരോ അവരോട് പറയുന്നുണ്ട് അത് തിന്മയാണ്. 5 വർഷമായ പ്രേമം, 9 വർഷമായ പ്രേമം, 5 മാസമായ പ്രേമം, ഇതെങ്ങനെ മറച്ചു വയ്ക്കാൻ കാരണം അതൊരു തിന്മയാണെന്ന് അവരുടെ ഉള്ളിൽ ആരോ ഇങ്ങനെ അവരോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മറച്ചു വയ്ക്കുക. വീണ്ടും പ്രേമം ഒരു തിന്മയാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം, എഫെസോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, പരിശുദ്ധമായ സ്നേഹത്തിലേക്കും നിഷ്കളങ്കമായ സ്നേഹത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. ഈ പുസ്തകത്തിൽ അച്ഛൻ എഴുതി വച്ചിരിക്കുന്നതാണ്, നിന്റെ മാതാപിതാക്കളെ നിഷ്കളങ്കമായും പരിശുദ്ധമായും സ്നേഹിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രേമബന്ധങ്ങൾ അവിശുദ്ധമാണ്. നിന്റെ സഹോദരങ്ങളെ നിഷ്കളങ്കമായും പരിശുദ്ധമായും സ്നേഹിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രേമബന്ധങ്ങൾ അവിശുദ്ധമാണ്. നിന്റെ പഠനത്തെയും ജോലിയെയും നിഷ്കളങ്കമായും പരിശുദ്ധമായും സ്നേഹിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രേമബന്ധങ്ങൾ അവിശുദ്ധമാണ്. നിന്റെ പ്രാർത്ഥനയെയും സഭയെയും ദൈവത്തെയും നിഷ്കളങ്കമായും പരിശുദ്ധമായും സ്നേഹിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രേമബന്ധങ്ങൾ അവിശുദ്ധമാണ്. ചിലർ ചോദിക്കും, അച്ഛാ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? ദൈവം സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായോ? അപ്പം അങ്ങനെ ന്യായീകരിക്കുന്നവരോട് കർത്താവ് ചോദിക്കുകയാണ്, വചനം നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്, പ്രേമം പരിശുദ്ധമായൊരു സ്നേഹമല്ല, പ്രേമം നിഷ്കളങ്കമായൊരു സ്നേഹമല്ല, പ്രേമം ഒരു ജഡികമായ സ്നേഹമാണെന്ന് പറയുക.
പ്രേമം ഒരു വ്യക്തിയെ സെക്സിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുക. വിവാഹത്തിന് മുമ്പ് തന്നെ, വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഈ പ്രേമത്തിൽപ്പെടുന്ന മക്കൾ വിവാഹത്തിന് പുറമേയുള്ള, ജീവിത പങ്കാളിക്ക് പുറമേയുള്ള ലൈംഗിക ബന്ധത്തിൽ അത് വീണു പോകുന്നു, വ്യഭിചാരത്തിൽ വീണു പോകുന്നു എന്ന് ഒരുപാട് അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് പറയുക. ഇതൊരിക്കലും സ്നേഹിച്ച് വിവാഹം കഴിച്ചവർക്കെതിരായുള്ളൊരു പ്രസംഗമോ മറ്റോ അല്ല. പരിശുദ്ധമായ സ്നേഹമുണ്ട്, നിഷ്കളങ്കമായ സ്നേഹമുണ്ട്. ഞാനിപ്പോഴും പറയുന്നൊരു ഉദാഹരണം, അച്ഛൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും വരികയാണ്. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അവരുടെ മാതാപിതാക്കളും അവരുടെ കൂടെയുണ്ട്. വലിയ സങ്കടത്തോടെയാണ് അവർ വരിക. അപ്പോൾ അവർ പറയുക, ഭാര്യ ഭർത്താക്കന്മാർ പറയുകയാണ്, അച്ഛൻ ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്, അയൽപ്പക്കത്തെ ഇടവക്കാരായിരുന്നു, ഞങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് മാതാപിതാക്കളോട് പറഞ്ഞു, മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും സഭയുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ഞങ്ങൾ വിവാഹം കഴിച്ചു. വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളോ രീതികളോ ശൈലികളോ ഒന്നും തന്നെ ഒരു പാപാവസ്ഥയോ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നവർ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അത് പരിശുദ്ധമായ സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നിൻ്റെ സ്നേഹം പരിശുദ്ധമാണോ? എൻ്റെ സ്നേഹം, എൻ്റെ ഈ പ്രേമം പരിശുദ്ധമാണോ, നിഷ്കളങ്കമാണോ? എഫെസസ് 1:4 സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്നാൽ ഒരുപാട് മക്കൾ, ഈ പ്രേമത്തിലായിരിക്കുന്ന മക്കൾ ജഡിക സ്നേഹത്തിലൂടെ ഫോൺ സെറ്റ്സ്, ഫോണിലൂടെ സ്വന്തം നഗ്നത കാണിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക, ആ രീതിയിലുള്ള തെറ്റുകൾ, ആസക്തിയോടെ സ്ത്രീയെ പുരുഷനെ നോക്കുക, മോശമായ ചാറ്റിങ്ങുകൾ, അല്ലെങ്കിൽ വ്യഭിചാരം വീടുകളിൽ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്യുക, ലോഡ്ജുകളിൽ പോയി വ്യഭിചാരം ചെയ്യുക. അപ്പോൾ ഒരുപാട് പാപത്തിലായിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ തിന്മ വിട്ടുപോകാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള തിന്മകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ സമയം ശക്തമായ തീരുമാനമെടുത്ത് എന്ത് വില കൊടുത്തും അതെല്ലാം കട്ട് ഓഫ് ചെയ്യാൻ, അതെല്ലാം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഏതാനും തിരുവചനം കൂടി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 5:27 വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പ്രഭാഷകൻ 9:5 ഏറ്റു പറയാം, കന്യകയുടെ മേൽ കണ്ണു വെക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴി തെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. പ്രഭാഷകൻ 23:16 ഏറ്റു പറയാം, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്നും സ്വതന്ത്രനാവുകയില്ല. പ്രഭാഷകൻ 25:21 ഏറ്റു പറഞ്ഞേൻ, സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ലൂക്ക 12:34 ഏറ്റു പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഇരു കരങ്ങളുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് പൂജിക്കുക. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് പൂജിക്കുക. തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിക്ഷേപം നീ തന്നെയാ
ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. കരമളയത്തിടിച്ചേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എല്ലാവരും പാടി. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ആമനൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്തിനെ സഹായിക്കണേ, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെട്ട് ദൃഢത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗുണോത്രം, ദുഷിദോഷം, പൈശാചി, അകപീഡന ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സത്യരും മധ്യസ്ഥാനം നിഗാർ അഭ ഗൗരി മലമാണ് സത്തമായ സാന്ത സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിരുമകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും 10:4 ലൂക്ക 4:2 മർക്കോസ് 16:5 ഉദീവനം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം വന്നീ 10 ശക്തിയ സകലവിധ പ്രകൃതിഷം ഇടിവിന്റെ ഇടിവെട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാഗം തർക്കങ്ങൾ കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡിക ദ്രവ്യാസ് ഗോപാസതി ഭക്ഷണാസതി സ്വയംഭോഗ സ്വർഗവ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം ഗതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമതി കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യങ്ങൾ ചെറുതുകൾ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭ വിശ്വാസക്കുറവിന് ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നിപത്തികൾ പൈശാചിക ലിപി അന്ധകാര ശക്തി സാത്താന ശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഈശ്വര കുറിച്ച് ആട്ടിവായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലെ കടന്നു വരുന്ന സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു 83-ാം സങ്കീർത്തന അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ ഹല്ലേലൂയ 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 കരങ്ങളടിച്ചുകൊണ്ട് കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിക്കും കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറാനാത്ത മാറാനാത്ത കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറാനാത്ത എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എല്ലാവരും പാടി എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ കരങ്ങൾ വീശി എൻ ഹൃദയത്തെ കവർന്നോനേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ എൻ ഹൃദയത്തെ കവർന്നോനേ ഇരുകരം സ്തുതിച്ച് ഹല്ലേലൂയ 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 നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ കർത്താവേ ഹല്ലേലൂയ 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 വ്യഭിചാര ദുർബോധം വിട്ടുപോട്ടെ തെറ്റായ പ്രേമ ബന്ധങ്ങൾ അവസാനിക്കട്ടെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പദ്ധതികൾ മാറിപ്പോട്ടെ ഹല്ലേലൂയ 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 വ്യഭിചാരം സഹനം കൊണ്ടുവരുന്നുള്ള ബോധ്യം ലഭിക്കട്ടെ ഹല്ലേലൂയ 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 തെറ്റായ പ്രേമബന്ധങ്ങൾ സഹനം കൊണ്ടുവരുന്നുള്ള തിരിച്ചറിവ് ലഭിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രായത്തിൻ്റെതായ എല്ലാ മോഹങ്ങളും മാറിപ്പോട്ടെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ ഹല്ലേലൂയ 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 യേശുവിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ ആരാധിക്കുന്നു കർത്താവേ ആരാധിക്കുന്നു എല്ലാവരും സ്തുതിച്ച് ആരാധിക്കുന്നു ഹല്ലേലൂയ 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 ഇനിയും സ്തുതിക്കാത്തവരുണ്ടോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഇനിയും തീരുമാനമെടുക്കാത്ത മക്കളുണ്ടോ? ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തരുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുക. കർത്താവ് തരുന്ന വെളിപ്പെടുത്തലുകളെ സ്വീകരിക്കുക. എളിമയോടെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരണത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക. വിശുദ്ധ കുർബാനയിൽ അഭിഷേകം നിറയട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത വലിയൊരു സമൂഹത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരിക. നമ്മുടെ വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. ഞായറാഴ്ച ദിവസം ഒരാൾ പോലും മുടങ്ങരുത്. വിശുദ്ധ കുർബാന വലിയ പ്രാധാന്യത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഒരുക്കത്തോടെ കള്ളക്കൊമ്പസാരം നടത്താതെ അയോഗ്യതയോട് ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. വൈദികരെ കളിയാക്കുന്ന ഒരു സമൂഹത്തെ കാണിക്കുകയാണ്. വൈദികരെ കളിയാക്കുക എന്ന വാക്കാണ് ഈശോ പറയുക. വൈദികരെ വിമർശിക്കുക, കളിയാക്കുക, സഭയെ വിമർശിക്കുക, കളിയാക്കുക, അതിൽ നിന്ന് പിന്തിരിയാൻ ഈശോ പറയുന്നു. അങ്ങനെ കളിയാക്കി വലിയ കുടുക്കിലായിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ട് കുടുക്കിലായിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുക. എന്ത് വില കൊടുത്ത് അത് ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് തടസ്സത്തിലൂടെയും പ്രശ്നത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കടന്നു പോകുന്ന മക്കളുണ്ട്. ആ മക്കളോടൊക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരോരും പ്രാർത്ഥിക്കാൻ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മാറിപ്പോകുന്ന സന്ദേശം തരികയാണ്. അതിശക്തമായ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ശക്തമായ രീതിയിൽ ബ്ലഡ് കൂടി പോകുന്ന അവസ്ഥ, അത്രമാത്രം കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന ഒരാളാണ്. അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു തുറന്ന കുമ്പസാരം നടത്താത്ത മക്കളെ കാണിക്കുക. ഇതുവരെ തുറന്ന് കുമ്പസാരിച്ചിട്ടില്ല. കുമ്പസാരിക്കും, പക്ഷെ കള്ളക്കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുക. ചിലരുടെ വിചാരം വർഷങ്ങളായി ഞാൻ ആ പാപം ചെയ്തിട്ട്, ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ചെയ്ത 1-ാം പ്രമാണ ലംഘനം 20 വർഷമായി ഞാനത് ചെയ്തിട്ട്, അപ്പോൾ കർത്താവ് അത് മറന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ ഒരിക്കലും പാപം മായ്ച്ച് കളയില്ല എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് തരികയാണ്. പാപം മാഞ്ഞു പോകണമെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്തുള്ളി അതിൽ വീഴണം. എന്നാൽ മാത്രമേ പാപം മാഞ്ഞു പോകുള്ളൂ. തുറന്ന് കുമ്പസാരിച്ച് അതെത്ര പഴക്കമുള്ള പാപമാണെങ്കിലും, അത് വ്യഭിചാരം, അബോർഷൻ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, വേറെ എന്ത് പാപമാണെങ്കിലും, അതെല്ലാം എത്ര പഴക്കമുള്ള പാപമാണെങ്കിലും അത് നീ കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും ദൈവം ക്ഷമിച്ചിട്ടില്ല. ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ലിവർ സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ലിവർ സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ അസുഖമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഗ്യാസ് ട്രബിള് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നെഞ്ചിരിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വരം പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കിൽ ദശ വളരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അമിതമായ പേടി കർത്താവ് സൗഖ്യം നൽകി അതിൻ്റെ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അലർജി മൂലമുള്ള കണ്ണിന് ബുദ്ധിമുട്ട്, കണ്ണ് ചൊറിച്ചിലോ കണ്ണ് ചുവന്ന് കിടക്കുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വീട് പണി തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ വലിയ അസ്വസ്ഥത, കൂടുതൽ സൗണ്ട് വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, ഇറിറ്റേഷൻ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വീട്ടിൽ തൊരപ്പൻ്റെ ശല്യം, എലിശല്യം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള എലി തൊരപ്പൻ്റെ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മുടികൊഴിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിൻ്റെ സാന്നിധ്യം കാണിക്കുകയാണ്. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കാനും ഈശോ ആവശ്യപ്പെടുകയാണ്. 3 തവണ വിദേശയാത്ര തടസ്സപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിസ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി ബോഡി പെയിൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജെസ്സി എന്ന മകളുടെ യൂട്രസ് സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന 33 തവണ 33 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി ബന്ധനങ്ങൾ അഴിയുമെന്ന് കർത്താവ് ഈ ഗ്രൂപ്പിന് സന്ദേശം നൽകുകയാണ്. ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഒരു ശ്വാസമുട്ട് രോഗിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽമുട്ടിന് വേദനയുള്ളവർ, മുട്ട് മടക്കാൻ കഴിയാത്തവർ, മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ, നടക്കുമ്പോൾ കാൽമുട്ട് തെന്നിപ്പോകുന്ന അവസ്ഥയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. അങ്ങനെയുള്ള പല മക്കൾക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നാവിൽ തടിപ്പുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൈറോയിഡ് ഗ്ലാൻഡിന് രോഗാവസ്ഥയുള്ള ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യൂറിൻ പോകുമ്പോൾ ബ്ലഡ് വരുന്നൊരു മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല്ല് സംബന്ധമായ ഓപ്പറേഷൻ ഒരുങ്ങുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു.
അതിശക്തമായ തലവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹെർണിയ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബ്രസ്റ്റില് വേദനയും തടിപ്പുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന്റെ വാൽവിന് ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ കുഴിനകം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വയറ്റിലെ ക്യാൻസർ ഉള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. അലർജി മൂലമുള്ള തുമ്മല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിൽ നിന്നും തവളശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മീനിന്റെ ചെതമ്പല് പോലെ ശരീരത്തിൽ നിന്ന് തൊലി അടർന്നു പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 14 വർഷത്തോളമായുള്ള മൈഗ്രെയിൻ തലവേദന സൗഖ്യപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത മോണപ്പഴുപ്പുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് തന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഷിയാ റിയാ 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 ഹല്ലേലൂയ 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 ശിരിരിരിരിരിരി കരുണയായിരിക്കണേ കർത്താവേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ശിരിരിരിരിരി ശിരിരിരിരിരി ശിരിരിരിരിരി. പേര് ജീസ, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ ഇപ്പം എൻ്റെ വയസ്സ് പറയുകയാണെങ്കിൽ എൻ്റെ 6 മാസം തൊട്ട് എനിക്ക് എന്ത് ഫുഡ് കഴിച്ചാലും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുമായിരുന്നു. വയർ അപ്സെറ്റ് ആവും. 6 മാസം മുതൽ 6 മാസം പ്രായമുള്ളപ്പോൾ എനിക്ക് ആരും മീറ്റ് തന്ന് ദഹിക്കാണ്ട് എനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ദഹനക്കേട്. അപ്പം എന്ത് കഴിച്ചാലും എനിക്ക് ഒരു ദിവസം 4-5 തവണയൊക്കെ ഞാൻ വാഷ്റൂം യൂസ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം ഈ ജൂൺ മാസത്തിൽ ഞാൻ ഏകദിന ക്യാമ്പിന് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജൂൺ 13-ാം തീയതി ഈ ജൂൺ മാസം. അപ്പം അന്ന് വന്നപ്പം കൗൺസിലിങ്ങിന് ബ്രദർ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നല്ല വയറിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, പിന്നെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് പറഞ്ഞു. അപ്പം ഈ നിമിഷം വരെ ഞാൻ ഇവിടുത്തെ എല്ലാ ഫുഡും ഞാൻ കഴിച്ചു. എനിക്ക് വയറുവേദന ഇല്ല. എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് പെയിൻ വരാറ്. വയറുവേദന ഇല്ല, വയർ അപ്സെറ്റ് ആയിട്ടുമില്ല. ഇന്ന് ഞായറാഴ്ച മുതൽ നീ വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച രാത്രി തൊട്ട് മോള് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇതുവരെ നിനക്ക് അങ്ങനത്തെ ഒരു ദിവസം ലൂസ് മോഷൻ വരെ വയർ അപ്സെറ്റ് ആവാൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ? നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യത്തിന് വിളിച്ച് പറഞ്ഞിരുന്നാ? എന്ന് ഞായറാഴ്ച അല്ലെ? സൺഡേ ഒരു ദന്ത ഡോക്ടറെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. മൺഡേ ഈ ലൂസ് മോഷനുള്ള ആളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, പരിപൂർണ്ണ സൗഖ്യം നൽകി. നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ദന്ത ഡോക്ടർ, നീ ഡെന്റൽ ഡോക്ടറാണ് അല്ലേ? പ്രത്യേകം അത് പറഞ്ഞു. പിന്നെ ഈ ലൂസ് മോഷൻ ഉദരസംബന്ധമായ ബുദ്ധിമുട്ട് ഇഷ്ടംപോലെ ഇവിടെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ മാറിക്കിട്ടിരിക്കുന്നത് കേട്ടോ. വലിയ സൗഖ്യം കിട്ടിക്കണം. നല്ലൊരു കൈയടി കൊടുത്തു കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ഓരോ പ്രാവശ്യം നമ്മൾ കേൾക്കുക. അത് വ്യത്യസ്ത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുക. ദൈവം എന്ത് നമ്മോട് സംസാരിക്കുന്നോ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തീരുമാനമെടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ തരുന്ന സന്ദേശം അത് കൊച്ചു സന്ദേശമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അതിന് തീരുമാനമെടുക്കാം. മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം, ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു. ആരാധന 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 പോരെ സ്തുതിച്ചേ. ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.